പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം സക്രിയ 1:3 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. പ്രിയ സഹോദരരെ, ഇന്ന് ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ മാടി വിളിക്കുകയാണ് തിരിച്ചു വരുവാനായിട്ട്. സഹോദരരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഈശോ പറയുന്നത് ഇതാണ്: തിരിച്ചു വരുവാൻ. ഞാനും നിങ്ങളും എവിടെയാണോ, ഏതൊരവസ്ഥയിലാണോ, അത് നമുക്ക് തന്നെയും അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഏതൊരവസ്ഥയിലായിരുന്നാലും പ്രിയപ്പെട്ടവരെ, മടക്കി വിളിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഓർക്കാത്ത ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ പറയുകയാണ്, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ. സഹോദരരെ, ഏതെങ്കിലും പാപക്കുഴിയിൽ വീണ് കിടക്കുന്നവരാണോ ഞാനും നിങ്ങളും? നമ്മുടെ ജീവിതം ഈശോയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? പശ്ചാത്തപിച്ച് അനുദപിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നൊരു പുതിയ ജീവിതം പടുത്തുയർത്തുവാൻ നമുക്ക് സാധിക്കണം. സഹോദരരെ, ഈശോയാകുന്ന രക്ഷകനെ, ഈശോയാകുന്ന സ്നേഹത്തെ കൂട്ടുപിടിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മുന്നോട്ടുള്ള ഓരോ ദിവസവും എൻ്റെ ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് പുതിയ മനുഷ്യനാകുവാനായിട്ട് പരിശ്രമിക്കുവാൻ സാധിക്കണം. സഹോദരരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ മാടി വിളിക്കുകയാണ് എന്നെ നിങ്ങളെയും അവിടുത്തെ സന്നിധിയിലേക്ക്. സ്നേഹം നൽകി, ആശ്വാസം നൽകി, സ്വാതന്ത്ര്യം നൽകി കൈപിടിച്ച് നടത്തുന്നൊരു ഈശോ, നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ നമ്മെ കാത്തു പരിപാലിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന കരുണാമയനായ ഈശോയെ നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. സ്നേഹനിധിയായ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോരുവാൻ. ഏതെങ്കിലും ചെറിയ ചെറിയ പാപങ്ങളിൽ വഴുതിപ്പോയവരാണോ ഞാനും നിങ്ങളും? നമ്മുടെ യേശുവിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നെല്ലാം, ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറി പുത്തനൊരു മനുഷ്യനാകുവാൻ ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമല്ലാത്തത് ദൈവത്തിന് സാധ്യമാണ്. ആ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. വചനം പറയുന്നു, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് മടങ്ങി വരുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളെ ചുമലിലേറ്റി കൈവെള്ളയിൽ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ശ്രമിക്കാം ഈ ജീവിതത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് കാണുവാൻ, ആ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ.